തനിക്ക് പേടിയുള്ള എന്തിനേയും തനിക്കെതിരെയുള്ള ആയുധമാണ് തറച്ചു വരുന്നത് എന്ന് ബോധ്യപ്പെട്ടാൽ BJP കണ്ടെത്തുന്ന ഒരു മാർഗമാണ് ഉന്മൂലനം ചെയ്യുക എന്നത്. അത് മനുഷ്യരെ ഇല്ലാതാക്കിയത് മുതൽ പല സ്ഥാപനങ്ങളുടെ അടിവേരിളക്കിയത് വരെ BJPയുടെ തോന്നിവാസം നീളുന്നു. ഒരു സംസ്കാരത്തെ മറ്റൊരാളിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സംസ്കാരത്തിന് മുന്നിലേക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മാധ്യമമാണ് കല എന്നുള്ളത്. അത് ഡാൻസ് ആകാം, കഥകളിയാകാം, കുറത്തിയാട്ടമാകാം എന്നിങ്ങനെ ഒരുപാടുണ്ട്. ആ കലയെ പോലും ഇന്ന് BJPക്ക് ഭയമാണെന്ന് ഓർക്കുമ്പോൾ പുച്ഛം തോന്നുന്നു. ഗ്രാൻഡ് പട്ടികയിൽ നിന്നും ബംഗാളിലെ 10 നാടക സംഘങ്ങളെ ഒഴിവാക്കിക്കൊണ്ടാണ് തങ്ങളുടെ പേടിയെ BJP അതിജീവിച്ചത്. റിപ്പർട്ടറി ഗ്രാൻഡ് പട്ടികയിൽ നിന്നുമാണ് പശ്ചിമ ബംഗാളിലെ നാടക സംഘങ്ങളെ കേന്ദ്രം ഒഴിവാക്കിയത്. ചട്ടലംഘനം നടത്തി എന്നാണ് കേന്ദ്രം കണ്ടെത്തിയ ന്യായം. സാംസ്കാരിക മന്ത്രാലയം പുതിയതായി പുറത്തിറക്കിയ പട്ടികയിൽ ബംഗാളിലെ 296 നാടക സംഘങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ പ്രമുഖ നാടക പ്രവർത്തകരായ മേഘ്നാഥ് ഭട്ടാചാര്യ, ദേബേഷ് ചതോപാധ്യായ, അന്തരിച്ച തെസ്പിയർ സൗമിത്ര ചാറ്റർജിയുടെ മകൾ പൗലോമി ബസു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങളെയാണ് പുതിയ ലിസ്റ്റിൽ നിന്നും മന്ത്രാലയം പുറത്താക്കിയത്. നാടക സംഘങ്ങൾക്ക് ധനസഹായം ഉറപ്പു നൽകുന്ന കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ പദ്ധതിയാണ് റിപ്പർട്ടറി ഗ്രാൻഡ് സംവിധാനം. ഈ പദ്ധതിയിൽ നിന്നുമാണ് ബംഗാളിലെ നാടക സംഘങ്ങളുടെ പേരുകൾ വെട്ടിയിരിക്കുന്നത്. ഇതിനെ മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ മമതയോടുള്ള ഒരു ചെറിയ പ്രതികാരം വീട്ടിലാണെന്നും പറയാം. നിലവിൽ മോദിക്ക് നേരെ മുഖത്ത് നോക്കി ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏക വനിത ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ്. മമതയുടെ ചോദ്യങ്ങളോട് അത്ര രസമൊന്നും BJPക്കില്ല. ഗവർണർ വഴി പണിയാൻ നോക്കിയതൊന്നും ഏൽക്കില്ല എന്ന് കണ്ടപ്പോൾ പുതിയൊരു പകരം വീട്ടൽ രീതിയിലേക്ക് കേന്ദ്രം കടന്നിരിക്കുകയാണ്. കേന്ദ്ര മന്ത്രാലയത്തിന്റെ നീക്കത്തിനെതിരെ നിരവധി നാടക പ്രവർത്തകരാണ് രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. നാടക സംഘമായ ശസ്ത്രിയുടെ അധ്യക്ഷനായ ദബദേശ് ചതോപാധ്യായ കേന്ദ്രത്തിന്റെ നടപടി ഏകപക്ഷീയമാണെന്ന് പ്രതികരിച്ചു. സിനിമ നിർമ്മിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് തന്റെ സംഘത്തെ പട്ടികയിൽ നിന്നും പുറത്താക്കിയതെന്നും ചതോപാധ്യായ പറഞ്ഞു. എന്നാൽ താൻ ഒരു സിനിമ മാത്രമേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ, അതിൽ 10 വർഷം മുൻപാണെന്നും ദബദേശ് വ്യക്തമാക്കി. കേന്ദ്രത്തിന്റെ നടപടി അടിയന്തരമായി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗ്രാന്റ് സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുന്ന സമിതിയിൽ ബംഗാളിൽ നിന്നും ഒരു പ്രതിനിധി പോലും ഇല്ല എന്നതും ചതോപാധ്യായ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതായത് വളരെ കഷ്ടപ്പെട്ട കാലങ്ങളായി പ്രയത്നിച്ചാണ് ബംഗാൾ ഈ പട്ടികയിൽ ഇടം പിടിച്ചത്. ആ കഷ്ടപ്പാടിനെ എല്ലാം പുല്ലുവില കൊടുത്തുകൊണ്ടാണ് കേന്ദ്രം തട്ടിത്തെറിപ്പിച്ചത്. സംസ്ഥാനത്തെ BJP നേതാക്കളാണ് ഇതിന് പിന്നിലെന്നും നാടക പ്രവർത്തകർ വിമർശിച്ചു വരികയാണ്. കലയെ BJP പേടിക്കുകയാണെന്നും തെറ്റ് ചൂണ്ടിക്കാട്ടുന്നവരെ അടിച്ചമർത്തുവാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്നും വിമർശനം ഉയർന്നു വരുന്നു. എന്നാൽ സംഭവം വിവാദമായതോടെ ലിസ്റ്റിൽ നിന്നും ആരെങ്കിലും അന്യായമായി ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ കേന്ദ്രവുമായി സംസാരിച്ച പരിഹാരം കാണുമെന്ന് BJP സംസ്ഥാന വക്താവും രാജ്യസഭാ MP യുമായ സമീക് ഭട്ടാചാര്യ പ്രതികരിച്ചു.